മോദിയെ ഞെട്ടിച്ച് രാഹുലിന്റെ പോസ്റ്റർ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മോദിയും കേന്ദ്ര സർക്കാരും കണ്ടറിഞ്ഞോളൂ എന്ന് തന്നെയാണ് ആ പോസ്റ്റർ വിളിച്ചോതുന്നത്. സത്യത്തിൽ തന്റെ അപ്രമാദിത്വം തീരാറായെന്ന് 75 കഴിഞ്ഞ മോദിക്ക് ഉറപ്പിക്കാൻ സമയമായി. ചാണക്യനായി കൂടെ അമിത്ഷായ്ക്ക് പോലും ഇന്ന് പാർലമെന്റിനകത്തേക്ക് കാൽ കുത്താൻ പറ്റാതെ തന്റെ മുറിക്കുള്ളിൽ ഇരിക്കേണ്ടി വരുന്നു. അതിനിടയിൽ അമിത്ഷായ്ക്ക് വേണ്ടി പാർലമെന്റിൽ പല്ലും നഖവും ഉപയോഗിച്ച് പോരാടുന്ന നിയമമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം പുഴയിൽ ചാടി നീന്തിക്കൊണ്ട് രാഹുലിനെ വെല്ലുവിളിക്കുന്ന ചില നീക്കങ്ങളൊക്കെ നടത്തുകയുണ്ടായി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മോദി യുഗം അവസാനിക്കാറായെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ പോസ്റ്ററുകൾ സൂചിപ്പിക്കുന്നത്. ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധിയെ ബാറ്റ്മാനായി ചിത്രീകരിച്ചു കൊണ്ടുവരുന്ന പോസ്റ്ററുകൾ കേന്ദ്ര ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ വ്യക്തമായ അടയാളപ്പെടുത്തലാണ്. ഇൻസ്റ്റഗ്രാം തത്സമയ സംവാദത്തിനിടെ താങ്കൾ ബാറ്റ്മാനാണോ എന്ന ചോദ്യത്തിന് എന്നെയും ബാറ്റ്മാനെയും ഒരേ സമയം ഒരേ മുറിയിൽ ആരും കണ്ടിട്ടില്ല എന്ന് രാഹുൽ നൽകിയ രസകരമായ മറുപടിയാണ് പിന്നീട് വലിയൊരു പോസ്റ്റർ പ്രചാരണമായി മാറിയത്. നിശബ്ദനായ കാവൽക്കാരൻ, ജാഗ്രതയുള്ള സംരക്ഷകൻ, യഥാർത്ഥ ജീവിതത്തിലെ ബാറ്റ്മാൻ എന്ന കുറിപ്പോടെ പ്രത്യക്ഷപ്പെട്ട ഈ പോസ്റ്റുകളും ദ ഡാർക്ക് നൈറ്റ് സിനിമയുടെ പശ്ചാത്തല സംഗീതത്തോടെ കോൺഗ്രസ് പങ്കുവച്ച വീഡിയോകളും രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന ഒരു നായകന്റെ പ്രതിച്ഛായയാണ്. ഈ ജനകീയ മുന്നേറ്റത്തിന് പിന്നാലെ തെരുവുകളിൽ കണ്ടത് മോദി സർക്കാരിനെയും ആഭ്യന്തര മന്ത്രാലയത്തെയും അമ്പരപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് നടത്തിയ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായി രാഹുൽ ഗാന്ധി നേരിട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണയിരുന്നു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ മടിച്ച പോലീസിനെതിരെ പ്രിയങ്ക ഗാന്ധിയുമായും മറ്റു മുതിർന്ന നേതാക്കളുമായും മണിക്കൂറുകളോളം നിലയുറപ്പിച്ച് ഒടുവിൽ കേസെടുപ്പിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസിന്റെ വീഴ്ചകളെ തുറന്നുകാട്ടി ഈ സംഭവം വിദ്യാർത്ഥികൾക്കിടയിൽ രാഹുലിന്റെ സ്വീകാര്യത വൻതോതിൽ വർദ്ധിപ്പിച്ചു. ഭരണകൂട വേട്ടയാടലുകൾക്ക് മുന്നിൽ പതറാതെ നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഈ പോരാട്ടം രാജ്യത്തെ 800ഓളം നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഒരുങ്ങുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കും കേന്ദ്ര സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കുമെതിരെ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് കോൺഗ്രസ് രൂപം നൽകി കഴിഞ്ഞു. ഇതിനോടൊപ്പം പൂനെയിൽ നടന്ന സമ്മേളനത്തിൽ മനുസ്മൃതിയിലെ പരാമർശങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ആരുടെയും സ്വത്തല്ലെന്നും അവർ അവരുടേത് മാത്രമാണെന്നും പ്രഖ്യാപിച്ച രാഹുൽ കൃത്യമായ ആശയപരമായ പോരാട്ടമാണ് നയിക്കുന്നത്. ബാറ്റ്മാൻ പോസ്റ്ററുകൾ നൽകുന്ന രാഷ്ട്രീയ വീര്യവും പെല്ലറ്റ് ആക്രമണത്തിനിരയവർക്കായി തെരുവിലിറങ്ങി നേടിയെടുത്ത നീതിയും കോർത്തിണക്കി മോദി സർക്കാരിന്റെ പതനം ഉറപ്പാക്കുന്ന വമ്പൻ രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് രാഹുൽ ഗാന്ധി തുടക്കമിട്ടിരിക്കുന്നത്.